Najumia mtakatifu viongozi wangapi wapo? Moja, mbili, tatu, nne, tano. താൻസാനിയ എന്ന രാജ്യം രണ്ട് രാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടായ ഒരു രാജ്യമാണ്. അതായത് തങ്കഞ്ഞിക്ക, സാൻസിബാർ. സാൻസിബാറിൽ ഒരു 90% അവിടെ ജീവിക്കുന്നത് മുസ്ലിംസാണ്. വളരെ കുറച്ച് ശതമാനം മാത്രമേ കാത്തലിക്സ് ഉള്ളൂ. പണ്ട് കാലത്ത് ഈ അടിമ ട്രേഡിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതായത് തൻസാനിയയിൽ നിന്നും ഈ തങ്കനിക്കയിൽ നിന്നും അടിമകളെ ഈ ചെറിയ ബോട്ട് വഴി ഇവിടെ എത്തിക്കും, സാൻസിബാർ എത്തിക്കും. എന്നിട്ട് അവിടെ നിന്നാണ് മെയിനായിട്ട് മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും മറ്റും ഈ അടിമകളെ കയറ്റി അയക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ തങ്കനിക്കയിലെ ഒരു 60%-ലധികവും അല്ലെങ്കിൽ 60-65% കാത്തലിക്കാണ്. ബാക്കിയുള്ളതാണ് മുസ്ലിംസ്. അപ്പം മൊത്തം താൻസാനിയയുടെ ശതമാനം നോക്കുവാണെങ്കിൽ ഒരു 55% കാത്തലിക്സും 45% മുസ്ലിംസും ആയിരിക്കും ഉണ്ടാകും. മൊത്തം ഈ തങ്കനിക്കയും താൻസാനിയയും ചേർന്നിട്ടുള്ള ഈ താൻസാനിയ എന്ന് പറയുന്ന രാജ്യത്ത് നോക്കുവാണെങ്കിൽ അതിലിപ്പം ഒരുപാട് വർഷമായിട്ട് പിന്നീട് അവർ കാത്തലിക് പോപ്പുലേഷൻ, ഇസ്ലാം പോപ്പുലേഷൻ അതിൻ്റെ ശതമാനത്തെപ്പറ്റി ഗവൺമെൻറ്റുകൾ കണക്കെടുത്തിട്ടില്ല. താൻസാനിയയിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 30 വർഷം മുമ്പുള്ള ഒരവസ്ഥയാണ്. അതൊരു മാറ്റമുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നെറ്റ്വർക്കുകളും കാര്യങ്ങളും ഒക്കെ, അതായത് ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒത്തിരി വികസിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു 30 വർഷം മുമ്പ് അത്ര ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ അത് ധാരാളമുണ്ട്. മറ്റു രീതിയിൽ റോഡുകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു 30 വർഷം മുമ്പോ 35 വർഷം മുമ്പോ ഉള്ള ഒരു അവസ്ഥ പോലെയാണ്. ഒരു 1880-കൾ ആ സമയം തൊട്ടാണ് ഏകദേശം ഈ താൻസാനിയയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ കടന്നു വരികയൊക്കെ ചെയ്തത്. ക്രിസ്ത്യൻ മിഷണറിമാർ മാത്രമല്ല, ആംഗ്ലിക്കൻ, അതുപോലെ തന്നെ ലൂഥറൻ, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ എല്ലാം ആ കാലഘട്ടങ്ങളും അതിന് ശേഷമൊക്കെ ആയിട്ട് താൻസാനിയയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇന്ന്, അതായത് 1880-കളിൽ ഒറ്റ ക്രിസ്ത്യാനികൾ പോലും ഉണ്ടാകാതിരുന്ന സ്ഥലത്താണിപ്പം ഒരു പകുതിയിലധികം ക്രിസ്ത്യാനികൾ ഇവിടെ ഉള്ളത്. ഇപ്പം ഇവിടുത്തെ കൾച്ചർ, ആഫ്രിക്കൻ കൾച്ചർ, അതിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടും അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനൊക്കെ ആയിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ കുറേയൊക്കെ സഹായിച്ചായിരുന്നു. അതിൻ്റെ ഉള്ള ഇതാണ് ഒരു കാര്യമാണ് ഈ അടിമത്തം കാര്യങ്ങൾ. പിന്നെ ഈ താൻസാനിയയിൽ ഒരുപാട് ട്രൈബുകളുണ്ട്. പല ട്രൈബുകളും പല സ്ഥലത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡൻറ്റ് പുള്ളി കത്തോലിക്കനാണ്. അപ്പോൾ പുള്ളി ചെയ്തൊരു കാര്യമാണ്, ഒരു സ്ഥലത്തുള്ള ഒരു ട്രൈബിലുള്ള വ്യക്തിയായിരിക്കും മറ്റൊരു ട്രൈബിൽ പോയി പഠിപ്പിക്കുക, അവിടെ പോലീസുകാരായിട്ട് ജോലി ചെയ്യുക, അവിടെ അങ്ങനെയുള്ള ഇത് ഡോക്ടറായിട്ടും ഗവൺമെൻറ് ഒഫീഷ്യൽസായിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അത് പഠന കാലഘട്ടത്തിൽ തന്നെ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ പുള്ളിയാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ട്രൈബലായിട്ടുള്ള പ്രശ്നമില്ല. കാരണം ഒരു ട്രൈബിനെ മറ്റു പല ട്രൈബിൽ നിന്നുള്ള ആളുകളാണ് വന്ന് അപ്പോൾ അവർ തമ്മിൽ, അതായത് ഈ മറ്റു ട്രൈബുകളുമായിട്ട് ഇവർക്ക് അപ്പോൾ പ്രശ്നമില്ലാത്ത ഒരു അവസ്ഥയൊക്കെ കടന്നു. വില്ലേജ് ചാപ്പലിൽ അച്ഛൻ വന്ന് വണ്ടി
ഇതാ പള്ളി. ആളുകൾ പുല്ലിലാണ് ഇരിക്കണേ. വികാരി അച്ഛൻ ദിലീഷ് പുരിയമേലി അച്ഛൻ, ലാസലറ്റ് മിഷണറി. kabla ni tutaanza na tutawasha sasa hivi. Tumekuja tumekaa pamoja kikia na വായന പരിചയപ്പെടുത്തി ഇവിടെ ഒന്ന് വായിക്കാനുള്ളത്. na Jumuiya Mtakatifu Elias viongozi wangapi wapo? 1 2 3 4 5 6. അതുപോലെ തന്നെ നാഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് മിഷണറിമാർ വന്നിട്ട് ആണ് ഇവിടെ സ്കൂളുകൾ ഒരുപാട് തുടങ്ങിയായിരുന്നു. അപ്പോൾ അതെല്ലാം അത് 1960, 70 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഗവൺമെൻറ് ഈ ക്രിസ്ത്യൻ, അതായത് ഈ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലവും സ്കൂളുകളും എല്ലാം അവർ ഏറ്റെടുത്തു. അപ്പം വിദ്യാഭ്യാസം താൻസാനിയയിൽ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നതും ഇതുമെല്ലാം മിഷണറിമാരാണ് ഈ ഡിക്ഷണറി ഉണ്ടാക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തത് അവരാണ് ഒത്തിരി സഹായിച്ചു ഇവിടുത്തെ ഈ സ്വാഹിലി എന്നുള്ള ഈ ഒരു ഭാഷ രൂപീകരണത്തിനും ഒക്കെ ആയിട്ട്. അതിൽ മാത്രമല്ല അവരുടെ മറ്റ് ഈ ട്രൈബൽ ലാംഗ്വേജിൽ പോലും പുസ്തകങ്ങളും പാട്ടുകളും ഇവയൊക്കെ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രവർത്തനം ചെയ്യുന്നത് ഇപ്പം അവർക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ അതിലേക്ക് കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ താൻസാനിയയുടെ ആളുകളുടെ പ്രത്യേകത, അവർ ഈ അരോഗൻ്റ് അല്ല. അതായത് അവരുടെ ജീവിതത്തിൽ അതിന് ഉള്ള ഒരു കാരണം ഇതാണ്, അവരുടെ ജീവിതത്തിൽ യുദ്ധങ്ങളൊന്നും അവർ അധികം അനുഭവിച്ചിട്ടില്ല. പൊതുവെ ശാന്തമായ ഒരു അവസ്ഥയാണ്. ഈ ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ ട്രൈബൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങളും അതും അല്ലെങ്കിൽ ഈ കൊള്ളക്കാരുടെ കാര്യങ്ങളും ഈ അവർ ഇങ്ങനെ ആക്രമിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ താൻസാനിയയുടെ പ്രത്യേകത, താൻസാനിയയിൽ ഈ എല്ലാ ട്രൈബുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങളില്ലാതെ പോകുന്നതുകൊണ്ട്, സന്തോഷത്തോടെ പോകുന്നതുകൊണ്ട് ഈ യുദ്ധങ്ങളോ കാര്യങ്ങളോ ഇവിടെ അധികം ഉണ്ടായിട്ടില്ല. ഞങ്ങളിവിടെ കൂടുതലായി ഇപ്പം ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് ഇടവകയാണ്. അതായത് ഞങ്ങളുടെ ഇവിടുന്ന് ഒരു ഉഗാണ്ടൻ ബോർഡറിലേക്ക് ഒരു 80 കിലോമീറ്ററേ ഉള്ളൂ. താൻസാനിയയുടെ തന്നെ ഒരു ഏറ്റവും അങ്ങേ സൈഡിലുള്ളൊരു സ്ഥലത്താണ്. പിന്നെ പള്ളിയിൽ നമ്മുടെ രൂപതയിൽ നിന്നൊരു 50 കിലോമീറ്റർ ഉള്ളിലേക്ക് പോരണം. അതിലൊരു 20-25 കിലോമീറ്റർ ടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടം വരെ ടാറിങ് ഇല്ലാത്ത മൺറോട്ടിൽ കൂടെയാണ് പോരേണ്ടത്. അപ്പം മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ബസ് സർവീസുകളൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പം വർക്ക് ചെയ്യുന്നത്. പിന്നെ ആളുകളൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. പിന്നെ ഈ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്നത് പട്ടിണി, പാവങ്ങൾ അങ്ങനെയുള്ള. പക്ഷേ ഈ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് താൻസാനിയ കുഴപ്പമില്ല. അതായത് ഈ തീരെ അങ്ങനെ പാവപ്പെട്ടതായിട്ട് ഉള്ള ഒരു സ്ഥലമല്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് പറമ്പിൽ എന്ത് കുഴിച്ചു വെച്ചാലും നന്നായിട്ട് കയറി വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക്
ഒരു വർഷം ജീവിക്കാനുള്ളത് അവർക്കതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്.